എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടായിരിക്കും. അധികം ആൾക്കാർക്കും അത് കുട്ടിക്കാലത്തെടുത്ത ടീച്ചേഴ്സൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ LKG-യിലോ നഴ്സറിയിലെടുത്ത വല്ല ടീച്ചേഴ്സൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ഇതൊന്നും അല്ലാതെ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്നതാണ് ട്യൂഷൻ ടീച്ചർ എന്നാണ് പറയുക, ടീച്ചറാണ്. ഇത് ഗീത ടീച്ചർ എന്നാണ് പേര്, ഗീത എന്നാണ് പേര്, ഞങ്ങൾ ഗീത ടീച്ചർ എന്ന് വിളിക്കും. എൻ്റെ ഒരു 8ാം ക്ലാസ് തൊട്ട് എനിക്ക് ട്യൂഷൻ എടുക്കുന്നതാണ്. ഇംഗ്ലീഷാണ് ടീച്ചർ എനിക്ക് എടുത്തിരുന്നത്. 8 to 10 വരെ 10th വരെയും എടുത്തു. അത് കഴിഞ്ഞിട്ടും അതിൻ്റെ +2 ഞാനിവിടെ തന്നെ +2 വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മൂവീസിൽ വന്നതിന് ശേഷം എനിക്ക് കോളേജിലൊന്നും ചേർന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഞാൻ എൻ്റെ BA ഡിഗ്രി ചെയ്യുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ ഫൈനൽ ഇയർ ആണ്. ഇപ്പോഴും പക്ഷേ ടീച്ചറുടെ അടുത്ത് തന്നെയാണ് പോകുന്നത്. ടീച്ചർ സ്കൂൾ സ്റ്റുഡൻസിനാണ് എടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ കയറി ഇപ്പോഴും കോളേജായപ്പോഴും ടീച്ചറുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വലിയ ഇൻസ്പിറേഷനാണ് ടീച്ചർ. എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽക്ക് രേണുവിനെ അറിയാം. രേണു എൻ്റെ അടുത്ത് ഇപ്പോൾ BA ഓണേഴ്സ് ചെയ്യാൻ വരികയാണ്. പിന്നെ വളരെ മിടുക്കിയായിരുന്നു. പണ്ട് തന്നെ ഒരു ലെവൽ ഹെഡഡ് കുട്ടിയായിരുന്നു. പഠിക്കാനും വളരെ ഇൻട്രസ്റ്റുള്ള കുട്ടിയായിരുന്നു. ഏറ്റവും നല്ലൊരു സ്പെഷ്യൽ ക്വാളിറ്റി എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ഡിറ്റർമിനേഷനാണ്, പഠിക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ. ഇത്രയും ഒരു ഹെക്റ്റിക് ഷെഡ്യൂൾ ഉണ്ടായിട്ടും തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്യുമ്പോഴും ആ പരീക്ഷ എഴുതണം, പാസ്സാവണം, എങ്ങനെയെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവും കുട്ടിക്ക്. അത് എന്തൊരു സർക്കംസ്റ്റൻസ് ആയാലും ആ കുട്ടി അത് വിടില്ല, എങ്ങനെയെങ്കിലും പഠിക്കും, കഷ്ടപ്പെട്ട് പഠിക്കും. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു കൊടുത്തതിലും ഒരു ഇതില്ല, കുട്ടി ആ ഒരു റിവാർഡ് ഉണ്ട് ആ കുട്ടിയുടെ എന്നുള്ള റിവാർഡ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒരുമിക്കുമ്പോൾ എപ്പോഴും വരാറുള്ളതും ഐസ്ക്രീം കഴിക്കാൻ വരാറുള്ളതും. എനിക്കൊന്നും ശരിക്കും ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, ഷുഗറാണ്. ഷുഗർ അധികം കഴിച്ചാൽ വെയിറ്റ് പുട്ടപ്പ് ചെയ്യും. പക്ഷേ എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലേവേഴ്സിൽ കയറി ഒരു ഐസ്ക്രീം കഴിക്കാണ്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ഒരു സങ്കേതമാണ്. ഞങ്ങൾ സംസാരിക്കാനോ എന്ത് ഡിസ്കസ് ചെയ്യാനോ കുറച്ച് നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യും ഞങ്ങൾ. പിന്നെന്താ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളെല്ലാവരും ശരീരം ഒന്നാണ്, ശരീരം മൂന്നാണെങ്കിലും പേഴ്സ് ഒന്നാണ്. ശരീരം മൂന്നാണെങ്കിലും പേഴ്സ് ഒന്നാണ്. അതായത് എൻ്റെ കാശ് കൊണ്ടാണ് എപ്പോഴും പുട്ടടി. ഇതാണ് എൻ്റെ കുടുംബം. ഇതെൻ്റെ അച്ഛൻ ഉണ്ണികൃഷ്ണ മേനോൻ. അച്ഛൻ ഹൈക്കോടതി ലോയറാണ്, മിലി ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. പിന്നെ ഇതെൻ്റെ അമ്മ ഗിരിജ മേനോൻ. അമ്മ ഹൗസ് വൈഫാണ്. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഇവർ തരുന്ന സപ്പോർട്ടിനേക്കാളും കൂടുതൽ ഞാൻ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിലും എനിക്ക് സാധാരണ കുട്ടികളെ പോലെയല്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എനിക്കറിയാം ചില ഫാമിലീസിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ തന്നെ അവർ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിക്കാണ്ട് ഈ കാര്യങ്ങളൊക്കെ നീ അമ്മയുടെ അടുത്ത് പറയുമോ, നിൻ്റെ അമ്മ ഒന്നും പറയില്ലേ, ചീത്ത പറയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ അങ്ങനെയല്ല. ഞങ്ങൾ എന്ത് പ്രശ്നം വന്നാലും അത് എന്ത് തന്നെയായാലും എനിക്കത് ഓപ്പണായിട്ട് ഇവിടെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് കാരണം എനിക്ക് ധൈര്യമായിട്ട് ഇവരുടെ അടുത്ത് പറയാം. അതുപോലെ അവർ ഡിസ്കസ് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അത് അവർ തിരുത്തുകയും അത് മോളെ ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. പിന്നെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതും പിന്നെ അത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം കുറച്ചും കൂടി നന്നായി ചെയ്യാമായിരുന്നു എന്നൊക്കെ അച്ഛൻ പറയും, ചേച്ചി പറയും. ചേട്ടൻ അങ്ങനെ പറയാറില്ല. ചേട്ടൻ ക്യാമറ ഈ ആംഗിൾ അങ്ങനെയാണ് ചേട്ടൻ പറയാറ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനെയില്ല, അമ്മയ്ക്ക് എന്ത് കണ്ടാലും നല്ലതാണ് അങ്ങനെ അമ്മ പറയാറില്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ അവരുള്ളത് കാരണം നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ. അപ്പോൾ അമ്മ പറയും എങ്ങനെയാ, അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്യാറ് എൻ്റെ സിനിമകൾ കാണുമ്പോൾ? സത്യം പറഞ്ഞാൽ അഭിനയിച്ച ആളെക്കാട്ടിലും കൂടുതൽ ഈഗറായിട്ട് ഞാനായി ഇരിക്കാറ്. ഒരു പടം പുറത്ത് വരുമ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നൊക്കെ
അമ്മയാണ് കൂടുതൽ അതെ ഈഗറായിട്ടിരിക്കുക. കാരണം ഇപ്പോൾ അതിൽ പാട്ടുകൾ എപ്പോഴാണ് ടി വിയിൽ ഇടുന്നതെന്ന് നോക്കിയിട്ടിരിക്കുന്നത്, എപ്പോഴും ടി വി വെച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നത് അമ്മയാണ്. ക്ലിപ്പിംഗ് എപ്പോഴും നോക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ അച്ഛൻ ചോദിക്കാറുണ്ട് ഈ ഒരേ ക്ലിപ്പിംഗ് തന്നെ എന്തിനാ അതിങ്ങനെ എപ്പോഴും ചോദിച്ചെന്നെ കളിയാക്കാറുണ്ട്. ഇവൻ ഞാൻ പോലും അത്ര വട്ടം കാണില്ല ക്ലിപ്പിംഗ്, പക്ഷെ അമ്മയൊക്കെ എത്ര വട്ടം പാട്ട് കണ്ടാലും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അമ്മ പറയാതെ അല്ലെങ്കിലും കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞല്ലേ, എനിക്ക് എന്റെ മോനെ നന്നായി തോന്നുന്നു പറയും. എനിക്കെപ്പോഴും കുട്ടികൾക്ക് നിർഭയത്വം വേണം, നല്ല നിർബന്ധമാണ്. ആ ഒരു എൻ്റെ സ്വച്ഛ ആയിരിക്കണം. ഇവരൊക്കെ ഒന്നും കണ്ടു പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും പറയാം നിങ്ങൾക്ക് എന്നുള്ള അവരുടെ ആത്മധൈര്യം കെടുത്താതെ കത്തിച്ച് കുറേശ്ശെ ഊതി വലുതാക്കി അവരെ ഒരു വ്യക്തിയാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ എന്നത്തെയും തത്വവും നിർബന്ധവും. അത് ഈ കുട്ടിയുടെ കാര്യത്തിലും ഞാൻ പരീക്ഷിക്കുകയല്ല, പരിശ്രമിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമാഭിനയത്തിന് അവളുടേതായ ഒരു സമ്പ്രദായം ഉണ്ടാവും, നേക്ക് എന്ന് പറയാം, അതുണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുന്നു ചോദിച്ചാൽ സ്വയസിദ്ധമായിരിക്കും. അതിൽ അധികം ക്രിട്ടിസൈസ് ചെയ്യാൻ പോയാൽ അത് കേടുവരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഇങ്ങനെ ആയാലും നന്നാവും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ സമ്പ്രദായം. എനിക്ക് ആകെ കൂടി പഠിപ്പിക്കാറ് വരെ നിർഭയത്വം. അതുകൊണ്ടായിരിക്കും അവരെല്ലാം വെട്ടിത്തുറന്ന് വീട്ടിൽ പറയാറുള്ളതും. ധൈര്യമായിട്ട് എന്തിനേയും സമീപിക്കാൻ പറയും ഞാൻ, ഒന്നിനും കരയരുത്, ദുഃഖിക്കരുത്. കരയേണ്ട കാര്യം നമുക്കില്ല, നേരിടുക, അത് മാത്രം. അതൊക്കെ ശരിക്കും ആയിക്കോളും. അപ്പോൾ ഈ ആർജവ ബുദ്ധി അവർക്കുണ്ടാവണം എന്നായിരുന്നു എൻ്റെ ഉപദേശം. ഇത് കുറച്ച് താത്വികമായിട്ടുള്ളതാണ്, ചെറുപ്പത്തിൽ എനിക്കുള്ളതാണ്, അത് കുട്ടികൾക്കും പകർന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ സ്ഥിരമായി വരാറുള്ള അമ്പലം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നുണ്ടാവും, വടക്കുംനാഥ ക്ഷേത്രമാണത് ഈ കാണുന്നത്. ഞാൻ ഇവിടെയാണ് എപ്പോഴും വരാറുള്ളത്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ, ഷൂട്ടിംഗ് ഇടവേളകളിൽ ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ മാക്സിമം ഞാൻ വരാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ ഒരു വിശ്വാസം, ഇവിടെയുള്ള ശിവന്, വടക്കുംനാഥന് വലിയൊരു ശക്തി ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണെന്ന് ഞങ്ങൾ പറയാറുണ്ട്. കാരണം എളുപ്പം നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേദനകളെ പെട്ടെന്ന് തന്നെ മാറ്റുകയും, പക്ഷേ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യുന്ന മൂർത്തിയാണ് ഇവിടുത്തെ ഞങ്ങൾ പറയും. പിന്നെ ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു വിശ്വാസം, ഇവിടെ തൃപ്പക പറഞ്ഞിട്ടൊരു പൂജയുണ്ട് 8 മണിക്ക്. 8:20 കഴിഞ്ഞ് അമ്പലം ക്ലോസ് ചെയ്യും. പക്ഷേ ആ പൂജ ഞങ്ങൾ മുടക്കാതെ ഒരു ഒറ്റ നമ്പറുള്ള ദിവസങ്ങൾ ഞങ്ങൾ പറയും, 21 ദിവസം അല്ലെങ്കിൽ 41 days ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തൊഴാമെന്ന് ഞങ്ങൾ നേരാറുണ്ട്. അങ്ങനെ നേർന്ന് ഇനി എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അത് സാധിക്കാറുമുണ്ട്. എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 10ാം ക്ലാസ്സിലെ 10th പഠിക്കുമ്പോൾ 85% കിട്ടിയത് എൻ്റെ ഒരു വിശ്വാസം. ഞാനിവിടെ 21 days, താൻ പാതി ദൈവം പാതിയാണ് എങ്കിലും 21 days ഞാനിവിടെ തൃപ്പക നേർന്ന് എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ വരികയും 21 days കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, കാരണം എനിക്ക് വളരെ അടുത്താണ് അമ്പലം എൻ്റെ വീടിൻ്റെ, അപ്പോൾ ഷൂട്ടിംഗ് ഇടവേളകളിലൊക്കെ ഞാനിവിടെ വരാറുണ്ട്. ഞാൻ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും നിങ്ങളെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓൾ ഇൻ ഓൾ ആയിട്ട് ഞങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫാണ്. ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. മെമ്പറെ പോലെ എന്നല്ല, മെമ്പർ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ. ആളാണ് ജിബി.